ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ നോർമൽ ഈവനിങ് വീഡിയോ. അപ്പോൾ അപ്ഡേറ്റ് ഓഫ് മൈ പനി ഈസ് ഫീലിംഗ് ബെറ്റർ. ഇപ്പോൾ ഞാൻ കുറച്ച് ഓക്കെയാണ്. നമ്മളിനി എത്ര ഓക്കെ അല്ലെങ്കിലും ഈ സാധനം കൂടെ എഴുതിയാലുണ്ടല്ലോ സെറ്റാണ്. എത്ര നമ്മൾ ഓക്കെ അല്ലെങ്കിൽ കരി എഴുതി കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. ഇനി ഒരു ഗുരുവില്ലാത്ത ആൾക്കാണെങ്കിലും കരി എഴുതാതെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കരി എഴുതുന്നവർ കരി എഴുതാതെ വന്നു കഴിഞ്ഞാൽ തോന്നും ഓക്കെ അവർക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നും. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഞാനിന്ന് കരിയൊന്നും ഓഫീസിൽ എഴുതിയില്ല, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കിട്ട് ഇച്ചിരി സുത്തിരിയായിട്ടില്ല ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇന്ന് എന്നോട് ഇറങ്ങിയപ്പോൾ ഷാനാസ് ഭായി ചോദിച്ചായിരുന്നു അങ്ങോട്ടേക്ക് ആക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ടാന്നോ. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഈസ് വെള്ളിയാഴ്ച ഞാൻ പോകുന്ന സമയത്ത് ഞാനൊരു സാധനം കണ്ടു. അപ്പോൾ ശരിക്കും അത് എന്താണെന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചത്. കാരണം വെള്ളിയാഴ്ച ഞാനും ഷാനാസ് ഭായും കൂടെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ അതുവഴി പോകാൻ നേരത്ത് അവിടെ നമ്മുടെ ആർട്ടിയുടെ മെയിൽ അയച്ചില്ലേ, അവിടെയാണെങ്കിൽ അവിടെ മെന്നായിട്ട് വർക്ക് വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും അതെന്ന് എനിക്കറിയണം. കാരണം ആ നോട്ട് പവേർഡ് എന്ന് പറയുന്ന ആ സംഭവം ഞാൻ ആക്ച്വലി അത് ചെക്ക് ചെയ്തു എന്താണെന്ന്. അപ്പം ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഗൾഫ് സഫാർ ഡയറീസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഫ്രണ്ടിലായിരുന്നു ഈ ബസ് സ്റ്റോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ആ കമ്പനി ക്ലോസ്ഡ് ആണ് ഇപ്പോൾ, ആ കമ്പനി വർക്കിംഗ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടോ ആ ഒരു ഏരിയ പവേർഡ് അല്ല എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്ക് മെയിൽ അയക്കുമ്പോൾ എന്തുകൊണ്ടാണ് നോട്ട് പവേർഡ് എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കേട്ടോ. അപ്പം ആ ഏരിയയിലൊന്നല്ല. ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇപ്പം നിയർ ബൈ ഏതെങ്കിലും ബിൽഡിങ്ങിൽ നിന്നായിരിക്കും, അപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു പവറിൽ നിന്നായിരിക്കും നമ്മളത് എടുക്കുന്നത്. അപ്പോൾ അത് ക്ലോസ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും പവർ സപ്ലൈ ഇല്ലാതെ അവർ കട്ട് ചെയ്യും എന്നാണ് കാണിച്ചത്. അതുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു വലിയൊരു മറ്റേ ഇതുവഴി നമ്മൾ നോർമലി വയറൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു വലിയൊരു നമ്മൾ ഡ്രെയിനേജ് പോലൊരു വലിയൊരു ഇത് കാണും. അത് അവിടെയാണ് അവർ മെന്നറ്റ് വർക്ക് വെച്ചേക്കുന്നത് കണ്ടത്. അപ്പം എനിക്കൊരു ചെറിയൊരു ഹോപ്പ്, ഷുവർലി അവർ ശരിയാക്കില്ല എന്നല്ല, ഉറപ്പായിട്ട് അവർ ശരിയാക്കും. പക്ഷെ അവർ എത്ര ടൈം എടുക്കുന്നു എന്നതാണ് എൻ്റെ കൺസെൻ്റ് എന്ന് വെച്ചാൽ. കാരണം ഫസ്റ്റ് മെയിൽ, എൻ്റെ ആദ്യത്തെ മെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കൗതുകത്തിൻ്റെ മുകളിൽ അയച്ചൊരു മെയിലാണ്. കാരണം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോ കാണുന്നത്. കറാമയിൽ ഒരു ഇതാണ് പോലെ ഒരാൾ മെയിൽ അയച്ചിട്ട് റോഡ് ശരിയാക്കുന്നത്. അപ്പോൾ ശരിക്കും അത് എത്ര ദിവസം എടുത്തു. പുള്ളി അതൊരു 1 നൈറ്റിൻ്റെ വീഡിയോ ആണ് കാണിച്ചേക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അത് ശരിയാക്കി എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ശരിക്കും അത് അങ്ങനെയാണോ അതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനത് അയച്ചതാണ്. പക്ഷേ എനിക്ക് റിസൾട്ട് ഓക്കെ, ഞാനതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പം പക്ഷേ ഈ മെയിലെന്ന് വെച്ചാൽ ശരിക്കും അത് എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ചൂട് അത്രയ്ക്ക് ഇൻറ്റൻസായിട്ട് നിൽക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരവിടെ പ്രായവർ വന്ന് നിൽപ്പുണ്ട്, അല്ലാതെ നോർമൽ ഒരു മിഡിൽ ഏജിലുള്ളവർ നിൽപ്പുണ്ട്. എല്ലാവരും ചിലപ്പോൾ ഫാൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലാതെ ഇങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ ഓക്കെ വിയർക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ടാവും. അപ്പം ശരിക്കും അത് എൻ്റെ ആവശ്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിൽ അയച്ചത്. ഞാൻ ഈ റീസെൻറ്റ് ടൈമിൽ കുറേ പേരുടെ മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടതുകൊണ്ടാണോ എൻ്റെ ഫീഡിൽ ഇനി കൂടുതൽ ആ വീഡിയോ വരുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. മറ്റേ മെട്രോ സ്റ്റേഷൻ്റെ ബോർഡ് മാറ്റിച്ചതും അങ്ങനെയുള്ളതൊക്കെ എഴുതും. പക്ഷേ ഈ റീസെൻറ്റ് ടൈമിൽ ഞാൻ ഈ മെയിലൊക്കെ അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പനിയായിട്ട് കിടന്ന സമയത്ത് ഇന്നലെ ആണോ അതോ അതിന് മുന്നേ ആണോ എന്നെനിക്കറിയില്ല. ഞാനിങ്ങനെ കണ്ടു ബിസിനസ് ബേയിലൊരു പെങ്കൊച്ച് ഇതാണൊക്കെ ബസ് സ്റ്റേഷനിൽ AC ഇല്ലയെന്ന് പറഞ്ഞിട്ട് മെയിൽ വെച്ച് അത് ശരിയാക്കി എന്നുള്ള രീതിയിലാണ് അത് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു അയ്യോ അപ്പോൾ ഇത് ശരിയാക്കുമായിരിക്കുമോ, ഇതിന് എന്താവോ അപ്ഡേറ്റ് എന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ ആയിരിക്കണം. കാരണം അതിന് ശേഷം പോയപ്പോഴാണ് ഞാൻ ഷാനാസ് ഭായും കൂടെ പോയപ്പോഴാണ് അവിടെ മെന്നറ്റ് വർക്ക് വെച്ചേക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വയ്യെങ്കിലും പുള്ളീൻ്റെ കൂടെ പോവാതെ ബസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം നോക്കാം എന്താ നമുക്ക് അവിടുത്തെ ഇതെന്ന് കേട്ടോ. ഇന്നങ്ങനെ വലുതായിട്ട് സംസാരിക്കാനൊന്നും വയ്യ. എനിക്ക് ബ്ലഡിൻ്റെ ഓക്കെ അപ്ഡേറ്റ് ഓഫ് മൈ ഫീവർ ഇസ് അനദർ വൺ ഓൾസോ. അതായത് ബ്ലഡ് റിസൾട്ട് വന്നു. വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ട്, നല്ല ലോയാണ്. അവർ ടാബ്ലറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. 3 months കണ്ടിന്യൂസ് ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഓൾറെഡി ഞാൻ അയൺ ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ട് അയണും ലോയാണ്. അതും ഞാനത് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പം എനിക്ക് വേദന വരുമ്പോൾ മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ. അപ്പം അവർ പറഞ്ഞു കണ്ടിന്യൂസ് എടുത്തോ,
കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ മൈക്കിന് ഫെദറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോർമലി അതൊന്നും വെക്കാറൊന്നുമില്ല. എന്നോട് എന്നും പറയും, ഇപ്പം നമ്മൾ നടക്കുമ്പോൾ കാറ്റൊക്കെ അടിക്കുന്ന സമയമാണ് എങ്കിൽ ഇങ്ങനെ കാറ്റിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ എന്നോട് പറയും അത് ഈ മൈക്കിനകത്ത് ഫെദർ വെക്കണം, അല്ലെങ്കിൽ കാറ്റിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് എടുക്കും എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ദിവസേന അത് മറന്നു പോകും. പിന്നെ ഇതങ്ങോട്ട് എടുത്ത് വെക്കാൻ എനിക്ക് എന്തൊരു മടി പോലെയാണ്. അതുകൊണ്ട് പക്ഷേ ഇന്ന് ഞാൻ എടുത്ത് വെച്ചപ്പോൾ ഇന്നലെ ഓൾറെഡി ഞാൻ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാനത് വെച്ചങ്ങ് എടുത്തു. അപ്പം ഇന്നത്തെ നമ്മുടെ മേജർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒരു ഉദ്ദേശവും, നല്ല ഉദ്ദേശവും ചീത്ത ഉദ്ദേശവും നമുക്കൊന്നില്ല. അത് ചെക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അത് ബിസിനസ് വേയിൽ അത് സെറ്റ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാതിരുന്ന എനിക്ക് വിഷമമാകും ഗൈസ്. കാരണം ഇത് ഇനിയിപ്പോൾ ചൂടൊക്കെ ഇച്ചിരി കൂടും എന്നൊക്കെ ചിലർ പറയുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ തുടങ്ങാനായി ഈ ഞായറാഴ്ച എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇനി എനിക്ക് ചൂട് കൊള്ളാൻ വയ്യ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചെന്തറിയാമോ, ഈ ആഴ്ച കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കണ്ടില്ല എങ്കിൽ ഞാൻ ഇക്കാടെ മെയിൽ ഐ ഡിന്നും കൂടെ മെയിൽ അയക്കാം. അപ്പം ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തു, അതവരെന്താ അപ്ഡേറ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാരണം എന്നാൽ നീ എൻ്റെ മെയിൽ ഐ ഡിന്നും കൂടെ മെയിൽ അയക്കാം. ഞാൻ പറഞ്ഞാൽ എന്നാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിന്നും കൂടെ മെയിൽ അയക്കാം, എന്നിട്ട് ഇങ്ങനെ കോമേഴ്സ് സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ മാത്രമേ അഥവാ ഇനി അയച്ചിട്ടുള്ളതെങ്കിൽ വേറൊരാളും കൂടെ അയക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ എന്തോ ഒരു ചെറിയ പണി നടക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഹോപ്പിംഗ് അത് നമ്മളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യോ, ഗേറ്റ് അവർ അടച്ചേക്കും കേട്ടോ. ഞാൻ ആദ്യമേ ഈ ഗേറ്റിൽ കൂടെ പോവുമായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു വഴിയായിരുന്നു. ഇതുവഴി അങ്ങ് അപ്പുറത്തിറങ്ങുന്ന അത്യാവശ്യം നല്ലൊരു വഴിയായിരുന്നു. പക്ഷെ അവരിപ്പോൾ ഈ ഗേറ്റ് അടച്ചിട്ടേക്കോട്ടെ എപ്പോഴും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇടയിൽ കൂടെ തന്നെ പോകാൻ. യെസ് ഗൈസ്, ആൻഡ് ഫൈനലി നമ്മുടെ മെയിൽ ഓണായിട്ടുണ്ട് ഗൈസ്. കട മെയിൻ്റനൻസ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പവറിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയായിരുന്നു ആ ഡ്രെയിനേജിൻ്റെ അത് വരുന്നത്. അപ്പോൾ അവരത് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. സന്തോഷമായി ഗൈസ്. യോ, അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവും. നമുക്ക് എ സിയിലൊക്കെ ഇരിക്കാം കേട്ടോ. ചില നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ, അത് ഒരു ഭയങ്കരമായിട്ട് പരിഗണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഞാൻ കുറച്ച് ലാഗാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തതാണ് കേട്ടോ ഇതിൽ. കാരണം ഇവിടുന്ന് അങ്ങനെ ആൾക്കാർ കയറൽ ഭയങ്കര കുറവാണ് ഇവിടെ. കാരണം ഇവിടെ ആകെ F08 33, പിന്നെ വേറെ ഒരു ബസ് നിർത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 25 എന്ന് പറഞ്ഞൊരു ബസ് നിർത്തും. അതും എയർപോർട്ടിൽ നിന്ന് എന്തോ റഷദിയേക്ക് പോകുന്ന ഒരു ബസ്സാണ് കേട്ടോ. ഈ 3 ബസ്സേ ആകെ ഇവിടെ നിർത്താറുള്ളൂ. ഇവിടെ ആക്ച്വലി നിൽക്കുന്ന ആൾക്കാർ ബസ് അത് നിൽക്കുന്നതും ഭയങ്കര കുറവാണ്. കാരണം ഇവിടെ അടുത്തുള്ള പിന്നെ എന്ന് വെച്ചാൽ ഖാൻ സാഹിബാണ്. അവിടുന്ന് നോർമലി എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. പിന്നെ കോമർ സിറ്റി എന്ന് പറയുമ്പം ആക്ച്വലി കോമർ സിറ്റിയിലെ ആൾക്കാർ ഇവിടെ വന്ന് കയറുന്നതും ഭയങ്കര റെയറാണ്. എല്ലാവരും അവിടുന്ന് F08 അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നവരാണ്. പിന്നെ മെജോറിറ്റി ആൾക്കാർക്കും വണ്ടിയുണ്ട്. അപ്പം ആക്ച്വലി അപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറുന്നവർ വളരെ കുറവാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടെ നോർമലി ഞാൻ ഉൾപ്പെടെ ഒരു മാക്സിമം ഒരു 5 പേരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ അറ്റ് സെയിം ടൈം ബസ്സൊക്കെ കാത്ത് നിൽക്കുന്നത്. മെജോറിറ്റി ടൈമിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇവരിങ്ങനെ AC ഒക്കെ ശരിയാക്കാതൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാരില്ലാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ശരിയാക്കാതിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ വില്ലയിൽ നിന്ന സമയത്ത് ഞാൻ F08 പോകുന്നൊരു ബസ് F08 പോകുന്ന സമയത്ത് അവിടെ അടുത്ത എമിറേറ്റ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ പാത്ത് ഹോൾ അടച്ച ബസ് സ്റ്റോപ്പ് തന്നെയാണ്. ആ ബസ് സ്റ്റോപ്പിൽ AC ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചൂട് തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഇക്കാലത്ത് പറയും ഇവിടെ ഒരു AC വെക്കാൻ വേണ്ടിയിട്ട് മെയിൽ അയക്കണം. പക്ഷെ ഞാൻ പിന്നീട് അത് അത്ര സീരിയസ് ആയിട്ട്, കാരണം ആ സമയത്ത് ചൂടും അത്ര ഇൻറ്റൻസ് അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ പെട്ടെന്ന് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ബസ് കിട്ടുന്നത്. ഇത്രയും ടൈം വെയിറ്റിംഗ് ഇല്ല, ആകെ ഒരു 10 to 20 മിനിറ്റ്സിനുള്ളിൽ ബസ്സും വരും. അപ്പോഴത്തേക്ക് എനിക്ക് ഇത്ര ഇത് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ 5:30 സമയത്തൊക്കെ ബസ്സിനും നല്ല ലാഗുണ്ട്, കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം, പിന്നെ വണ്ടി ഒരുപാട് പോകുന്നതിൻ്റെ അതിൻ്റെ ചൂട്, അങ്ങനെയാണ് കേട്ടോ ഇതിനൊരു മെയിൽ അയക്കാൻ ഒരു ഇത് വന്നത്. പക്ഷേ ഇവിടെ
എനിക്ക് തോന്നുന്നു ഞാൻ എന്നാ മെയിൽ അയക്കുന്നത്, കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ചൊവ്വാഴ്ച എന്താണ് മെയിൽ അയക്കുന്നത്, എനിക്കൊന്ന് പൊന്നാശിയുടെ ബർത്ത്ഡേയുടെ തലേന്നാന്ന് തോന്നുന്നു. അതായത് 11-ാം തീയതി 10-ാം തീയതി എങ്ങാണ്ട് അയക്കുന്നത്. അപ്പോൾ ഇന്നും കൂടെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഒരാഴ്ച. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും എനിക്കത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നിയാസ്മോൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്കത് വെള്ളിയാഴ്ച തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനൊന്ന് ഓടി ചെന്നിട്ട് തന്നെ ഇക്കാലത്ത് ഞാൻ പറയുമായിരുന്നു അയ്യോ ഇക്ക അവിടെ AC മെന്നറ്റ് വർക്ക് വെച്ചേക്കുന്നത് എനിക്ക് വയ്യെന്ന് പറയട്ടെ. എനിക്ക് കാറിലിരുന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ റെഡി ആവുമായിരിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും അത് കിട്ടിയല്ലോ, അത് തന്നെ ഒരു വലിയ ഇതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന് ഒരുപാട് സംസാരിക്കാൻ വേറൊന്നും ഇല്ല കേട്ടോ ഇന്ന്. കാരണം ഒന്നാമത് എനിക്ക് വയ്യ, തൊണ്ടയ്ക്ക് ചെറിയ വേദനയുണ്ട്. പിന്നെ കൈയുടെ ഒരു ചെറിയൊരു വേദന ഇപ്പോഴും ഉണ്ട്. ഓൾറെഡി ബോഡി പെയിൻ ഉണ്ട്, അതിനിടയ്ക്ക് കൈയുടെ ഒരു ചെറിയ വേദനയും കൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ ഇതുപോലെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോയിൽ കാണിച്ചത്. കാരണം ഞാനിങ്ങനെ ഒരു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ കേട്ടോ, എനിക്ക് ഒരുപാട് സംസാരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 5 മിനിറ്റ് സംസാരിക്കും. 5 മിനിറ്റ് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഇതാണോ നിനക്ക് സംസാരിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് വീണ്ടും 5 മിനിറ്റ് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇല്ല. ഇനിയിപ്പം 6-7-നാണ് ബസ്. ഇപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് ഈ സന്തോഷത്തിൽ എനിക്ക് വെയിറ്റ് ചെയ്ത സന്തോഷമൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ച് സെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും എനിവേ നമുക്ക് നോക്കാം, നെക്സ്റ്റ് വീക്കിൽ കാണാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. So thank you for watching my video. Anyway, subscribe guys, like, share, bye.